ജൂലൈ 12 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. പ്രധാന അരങ്ങ് ഉപേക്ഷിക്കുക. സെൻറ്റർ ഓഫ് ദ സ്റ്റേജ്, സ്റ്റേജിൻ്റെ നടുക്കുള്ള ആൾ, അതിൻ്റെ പ്രധാനി ഞാനാണെന്നുള്ള സ്വഭാവത്തെ മാറ്റാൻ പറയുകയാണ്. അപ്പോൾ ആദ്യം വിചാരിക്കും അതിപ്പോൾ എന്താ മദ്യം നിർത്തി എങ്ങനെയൊക്കെ ആവശ്യപ്പെടേണ്ട കാര്യം എന്താ ഉള്ള, എന്തിനാപ്പം ഞാനിങ്ങനെ രണ്ട് തരം ഭാവമുള്ളത്. ഒന്നില്ലെങ്കിൽ പലപ്പോഴും മൂന്നാമത്തെ പടി തൊട്ടിട്ടാണ് തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ നടക്കുന്ന ഒരുത്തനാണ് എളിമയുള്ളവൻ എന്നൊക്കെ സമൂഹത്തിന് കുറേ ധാരണ ഉണ്ട്. നമ്മളും ആ ധാരണയ്ക്കനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നമ്മൾക്ക് എളിമ വേണമോ എന്ന് നമ്മൾ അറിയാതിരിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നോക്കുന്നുണ്ടാവും. ഓരോരുത്തരുടെ എളിമയുടെ കണക്ക് നമ്മൾ എടുക്കുന്നതിൻ്റെ കാരണേ ഇതെന്താന്ന് പോലും മനസ്സിലായിട്ടില്ല എനിക്ക് ആദ്യകാലത്ത്. അവിടെയാണ് ഞാൻ ഈ എളിമ, അവന് എളിമയില്ല അല്ലെങ്കിൽ ഇവന് എളിമയില്ല. പക്ഷെ ഇത് എന്തിനാണ്? എൻ്റെ മുക്താവസ്ഥ, എൻ്റെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരം. സ്വാഭാവികമായിട്ട് ഭൗതികമായ പുരോഗതി നമുക്ക് ഉണ്ടാവണം, എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പക്ഷേ ഇത് വിചാരിച്ച പോലെ ഒന്നും ആവാതിരിക്കും. ഭൗതിക പുരോഗതി എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും. ഭാര്യ, മക്കള്, മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ, ഇവിടങ്ങളിലൊക്കെ നമുക്ക് ചില പൊരുത്തക്കേടുകൾ ഉണ്ടാവും. ഇതുമായിട്ടൊക്കെ സുഹൃത്തുക്കളുടെ ഇടയിൽ എല്ലാ മേഖലകളിലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വരുന്നില്ല. നമ്മൾ ഓരോന്നും ഒരു കൂട്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. നാളെ ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ട്, അവനൊരു 10,000 തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാം, അത് കഴിഞ്ഞാൽ അടുത്ത മാസം അപ്പോൾ ഞാൻ ഈ 10,000 ചോദിക്കുന്ന ആളോട് ഞാൻ പറയുക എന്താ വെച്ചാൽ, ഞാൻ ആ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ലോണിന് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടി എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു എന്നൊക്കെ പറയും. ഈ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എനിക്ക് കിട്ടിയിട്ടില്ല, രണ്ടാമത് അത് കിട്ടുമോ എന്ന കാര്യത്തിൽ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരോടും സെക്രട്ടറി പറഞ്ഞതാ. പക്ഷെ ഈ പൈസ കണ്ടുകൊണ്ടുള്ള പ്ലാനും പദ്ധതിയായി. പിന്നീട് ഈ ആളുടെ 10,000 മേടിച്ചു, കോഓപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് പൈസയും കിട്ടിയില്ല. എന്താ അവസ്ഥ? അവിടെയാണ് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ ഇതൊക്കെ ശരിയാക്കാൻ പറ്റും എന്ന പ്ലാനും പദ്ധതി ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, അതൊക്കെ താറുമാറായി ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മൂലയിൽ കിടക്കും ഞാനെന്ന മദ്യാസക്തനെ. അതാണ് എല്ലാത്തിലും ഞാൻ നമ്പർ 1 ആവണം. നമ്പർ 1 ആയിക്കോ, പക്ഷെ നീ തന്നെയാണ് പ്രധാനം എന്നുള്ള ആ പരിപാടി ഉണ്ടല്ലോ, സെൻറ്റർ ഓഫ് ദ സ്റ്റേജ് അട്രാക്ഷൻ. ബാക്കി ആൾക്കാരുണ്ട്, അവരവരുടെ ആ നടീനടന്മാരും. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകളിൽ ഞാൻ ഭയങ്കര നടനായതുകൊണ്ട് കാര്യമൊന്നുമില്ല. എൻ്റെ നടന വൈഭവത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലും എൻ്റെ ഒപ്പമുള്ള നടീനടന്മാർ കൂടി കൃത്യമായി അഭിനയിച്ചാലേ നാടകം എന്ന നിലയ്ക്ക് അത് നന്നാവും. അപ്പം ഞാൻ മാത്രം ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല, മറ്റ് സാഹചര്യങ്ങൾ വരണം. അപ്പം എൻ്റെ കുഴപ്പം എന്താണ്? ഞാനിങ്ങനെ സ്വിച്ച് ഇട്ടാൽ പോകണ പോലെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള പ്ലാനും പദ്ധതി ഉണ്ടാക്കി അതിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ അവിടെ കഴിഞ്ഞു. അവിടെയാണ് നമ്മൾ ജീവിതത്തിനെ പല രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കതില്ല, നമ്മൾ കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതിയും പരിഭവവും എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ജീവിതത്തിൽ. ആ സാറ്റിസ്ഫാക്ഷനാണ് മദ്യം കൊണ്ട് ഉണ്ടാക്കാനും എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാനും മറക്കാനും ഒക്കെ ആയിട്ട് വീണ്ടും മദ്യം കുടിച്ചിരുന്നത്. അവിടെയാണ് 7ാമത്തെ പടിയുടെ എളിമയുടെ പ്രാധാന്യമുള്ളത്. എൻ്റെ മുക്താവസ്ഥയ്ക്ക് നിർബന്ധപൂർവം ഞാൻ വളർത്തിയെടുക്കേണ്ടതാണ്. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും അതിന് പ്രധാനമായിട്ട് സ്വഭാവ ദൂഷ്യങ്ങളെയൊക്കെ മാറ്റാനും, അപാകതകൾ കഴിഞ്ഞ് സ്വഭാവ ദൂഷ്യങ്ങളെ മാറ്റാനാണ് ഇവിടെ എളിമയോട് കൂടിയിട്ട്. കാരണം അത് എളിമ ഇല്ലാണ്ട് പറ്റില്ല. പല സ്വഭാവ ദൂഷ്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഇഷ്ടപ്പെടുന്നതും എൻ്റെ ഒപ്പം ഇങ്ങനെ പോകുന്നതുമാണ്. ഞാനത് ഇഷ്ടപ്പെടുന്നുണ്ട്, അറിയാതെയെങ്കിലും ആസ്വദിക്കുന്നതുകൊണ്ട് അത് വിടാൻ പറ്റാത്ത. എന്നിട്ടൊക്കെ പറയാം, വെറുതെ ന്യായീകരണം പറയും ചിലത്. ഞാൻ മരിച്ച അങ്ങനെ കുഴിമാടത്തിൽ പോകണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വെറുതെ ഇങ്ങനെ ഓരോ ന്യായീകരണം പറയുകയാണ്. സത്യത്തിൽ എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ പരിപൂർണമായിട്ട് ഏതാണ്ട് കുഴപ്പം പറ്റിയെന്നേ സംഭവിച്ചിട്ടുള്ളൂ. അതില്ലാതുകൊണ്ടാണ് 2ാമത്തെ പടി കടന്നു വരാത്തത്. കൂട്ടായ്മയും പ്രോഗ്രാമിനെയും പരിപൂർണമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്. പല ആളുകളും കൂട്ടായ്മയിൽ നിന്ന് വീട് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിക്കാതിരിക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അഹങ്കാരം ഇങ്ങനെ കയറി വരും.
എല്ലാം കൈപ്പിടിയിലായി നമ്മൾ വിചാരിച്ച പോലെ നടക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരിക. അവിടെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം നിൽക്കാൻ പറ്റുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നത് കയറ്റിറക്കങ്ങളും എല്ലാമായിട്ടാണ്. മറ്റുള്ളവരോട് പറയണ പോലെയല്ല, അവനവൻ്റെ ജീവിതത്തിൽ ഇറക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് നിൽക്കുക. കയറ്റത്തിലും അതെ, കയറ്റത്തിലും അമിതമായ സന്തോഷമാണ്. അപ്പം ആ സന്തോഷത്തെയും അമിതമായ ദുഃഖത്തെയും ദേഷ്യത്തെയും എല്ലാം ഒരു മിതമായ രീതിയിൽ നിർത്തി ജീവിക്കാനാകുമ്പോഴേ എനിക്ക് ജീവിതത്തിലെ എല്ലാ കാര്യവും ഞാനാണ് ഇതിൻ്റെ അട്രാക്ഷൻ, ഞാൻ ഇതിൻ്റെ മെയിനാണ് എന്നുള്ള ചിന്ത പോകാൻ പറ്റും. കുടുംബത്തിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഇപ്പോൾ ഉള്ള സംഭവങ്ങൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റിയാലേ അടുത്ത സംഭവങ്ങൾ വരൂ. അടുത്ത ജോലിക്ക് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കേണ്ടെന്നൊന്നുമല്ല, പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുന്ന ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ അല്ല എന്ന് കരുതുക. സംഗതി അവിടുത്തെ മറ്റുള്ള ആൾക്കാർ എന്നോട് നീതികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആ കമ്പനിയിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവരൊരു നല്ല ബന്ധം വേണം. അടുത്ത കമ്പനിയിൽ ജോലി കിട്ടണം വെച്ചാലും ഇത് വേണം. അതിപ്പോൾ വലിയ വലിയ കമ്പനികളുടെ സ്ഥിതി അതെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരനാണ് ഞാനെന്നുണ്ടെങ്കിലും അത് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാനൊരു കോൺട്രാക്ടറുടെ കീഴിൽ പണി എടുക്കുകയാണെങ്കിൽ പോലും അയാളുമായിട്ട് തല്ലുകൂടി പോകുന്ന എന്നെ സംബന്ധിച്ചോളം എൻ്റെ പണിയെക്കുറിച്ച് അയാൾ മോശമായിട്ട് പലരോടും പറയും. നേർക്കോലി വിചാരിച്ചാലും അത്താഴം മുടങ്ങുക എന്നുള്ള ചൊല്ല് പറഞ്ഞ പോലെ എന്തിനാ കുഴപ്പമുണ്ടാക്കണം? ഞാൻ നന്നായി നിൽക്കുക, എന്നിട്ട് നല്ല രീതിയിൽ കാര്യം പറഞ്ഞ് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അവിടെയാണ് എളിമ എന്ന് പറയണത്. നിർബന്ധപൂർവമല്ലാതെ ഞാനത് ചെയ്യുകയാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ് എളിമയിലേക്ക് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി ചെയ്യാനായിട്ട് സാധ്യമാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അങ്ങനെ ആകുമ്പോഴേ പ്രധാന അരങ്ങ് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ഞാനല്ല ഡയറക്ടർ എന്നുള്ള ബോധ്യവും ജീവിതത്തെ ആസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തൊക്കെ പ്രവർത്തിക്കണം, എൻ്റെ ആത്മപരിശോധന എങ്ങനെയാണ് നടത്തേണ്ടത്, എൻ്റെ പോരായ്മകൾ ഞാൻ ഏറ്റു പറയണോ, ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഇത് ഏറ്റു പറയും. അപ്പം എൻ്റെ സുഖം ഒരു വല്ലാത്ത അനുഭൂതിയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ നടുക്ക് നിന്നുകൊണ്ട് സുഖവും സന്തോഷമാണെന്ന് പറയാൻ പഠിപ്പിക്കുന്ന ഏറെ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഓർമ്മിപ്പിക്കുന്ന എൻ്റെ രോഗത്തെ കണക്കാക്കി തന്നെ പറഞ്ഞുകൊണ്ടിട്ടാണെന്ന് കടന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചുകൊണ്ട് ഏവരും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശോധനം സുപ്രഭാതം.